100 മുഖങ്ങൾ, അതാണ് ഇന്നത്തെ കഥയുടെ പേര്. നമുക്ക് ആ കഥയൊന്ന് കേട്ടു നോക്കാം. എല്ലാ കൂട്ടുകാർക്കും കാതികയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് എന്നും കുതിരപ്പുറത്ത് തന്റെ പ്രജകളെ കാണാനായി പോകുമായിരുന്നു. ഒരു സായാഹ്നം കുതിരപ്പുറത്ത് രാജാവ് പോകുമ്പോൾ വഴിയിൽ ഒരു പാവപ്പെട്ടയാളെ കണ്ടു. രാജാവ് അയാളുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് വരികയാണ്? അയാൾ പറഞ്ഞു, ഞാൻ ജോലി കഴിഞ്ഞു വരികയാണ് മഹാരാജൻ. ഒരു ദിവസം ജോലി ചെയ്താൽ നിങ്ങൾക്ക് എത്ര പൈസ കിട്ടും? രാജാവ് അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് 4 നാണയങ്ങൾ കിട്ടും മഹാരാജൻ. ആ നാണയങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യും? രാജാവ് വീണ്ടും ചോദിച്ചു. അതിൽ ഒരു നാണയം ഞാൻ എടുക്കും, 1 നന്ദി സൂചകമായി കൊടുക്കും, മറ്റൊന്ന് തിരികെ കൊടുക്കും, മറ്റേത് പലിശയ്ക്കും കൊടുക്കും. രാജാവ് അയാളുടെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി വിശദമായി പറയാമോ? പറയാം മഹാരാജൻ. 4 നാണയത്തിൽ ഒരെണ്ണം ഞാൻ എനിക്ക് വേണ്ടി എടുക്കും, 1 നന്ദി സൂചകമായി എന്റെ അച്ഛനമ്മമാർക്ക് കൊടുക്കും. അവരാണല്ലോ എന്നെ വളർത്തി ഇത്രയും വലിയ ആളാക്കിയത്. 1 ഞാൻ എന്റെ ഭാര്യയ്ക്ക് കൊടുക്കും. എന്റെ ഭാര്യയാണ് എന്റെയും എന്റെ വീട്ടിലെ പിള്ളേരെയും അച്ഛനമ്മമാരെയും നോക്കുന്നത്. 1 നാണയം ഞാൻ എന്റെ മക്കൾക്കായി മാറ്റിവെക്കും. അവര് പഠിച്ച് വലുതായി നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർ എന്നെയും എന്റെ ഭാര്യയെയും നോക്കും. കൊള്ളാം, നന്നായിരിക്കുന്നു. ഇത് നീ ആരോടും പറയരുത്. എന്റെ മുഖം 100 പ്രാവശ്യമെങ്കിലും കാണണം. ഇത് നീ ആരോടെങ്കിലും പറയണമെങ്കിൽ. ശരി പ്രഭു. അതിനുശേഷം രാജാവ് കുതിരപ്പുറത്ത് കയറി കൊട്ടാരത്തിലേക്ക് പോയി. രാജാവ് അടുത്ത ദിവസം തന്റെ കൊട്ടാരത്തിൽ ഇതേ ചോദ്യം എല്ലാവരോടും ചോദിച്ചു. ആർക്കെങ്കിലും ഇതിന് ഉത്തരം അറിയാമോ? കൊട്ടാരത്തില് ആർക്കും ഇതിന് ഉത്തരം അറിയില്ലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ടിരുന്നു. രാജാവ് അടുത്ത ദിവസവും വീണ്ടും അത് ആവർത്തിച്ചു. എന്നിട്ട് ആർക്കും ഈ 4 വരികളുടെ അർത്ഥം അറിയില്ല. എന്തായിരുന്നു ആ 4 വരികൾ? 1 നാണയം എനിക്കും, 1 നാണയം നന്ദി സൂചകമായി കൊടുക്കും, 1 നാണയം തിരികെ കൊടുക്കും, 1 നാണയം ഭാവിയിലേക്ക് നിക്ഷേപിക്കും. ആൾക്കാരൊക്കെ തല പുകഞ്ഞ് ആലോചിച്ചു. അവസാനം ഒരു മന്ത്രി പറഞ്ഞു, ഇതിന്റെ ഉത്തരം ഞാൻ നാളെ പറയാം പ്രഭു. മന്ത്രി എല്ലാ ഭടന്മാരോടും പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇതിന് ഉത്തരം അറിയാവുന്ന ആളെ കണ്ടുപിടിക്കണം. നാടെങ്ങും ഭടന്മാർ അന്വേഷിച്ചു തുടങ്ങി. അവസാനം അയാൾക്ക് ആ പറഞ്ഞയാളെ കിട്ടി. അയാളുടെ അടുത്തേക്ക് മന്ത്രി പാഞ്ഞു ചെന്നു. മന്ത്രി അയാളോട് ഇതിനർത്ഥം പറയാൻ പറഞ്ഞു. അയാൾ എന്ത് ചെയ്താൽ സമ്മതിച്ചില്ല. അവസാനം ഒരു സഞ്ചി സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തപ്പോഴാണ് അയാൾ സമ്മതിച്ചത്. അയാൾ അതിന്റെ അർത്ഥവും പറഞ്ഞു കൊടുത്തു. അടുത്ത ദിവസം കൊട്ടാരത്തിൽ രാജാവ് ചോദിച്ചു, ആർക്കെങ്കിലും അറിയാമോ അതിന്റെ അർത്ഥം? ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്ന് അതിന്റെ ഉത്തരം പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജാവിന് മനസ്സിലായി, ഈ മന്ത്രി ആ ഉത്തരം ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന്, ആ പയ്യന്റെ കയ്യിൽ നിന്ന് കണ്ടുപിടിച്ചതാണെന്ന്. രാജാവ് മന്ത്രിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ആ ഉത്തരം എവിടെ നിന്ന് കിട്ടി? മന്ത്രി സത്യം പറഞ്ഞു. രാജാവ് ഉടനെ ആ പയ്യനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. കൊട്ടാരത്തിലെത്തിയപ്പോൾ ആ പയ്യനോട് രാജാവ് ചോദിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇത് ആരോടും പറയരുതെന്ന്? എന്റെ മുഖം 100 തവണയെങ്കിലും കണ്ടിട്ടല്ലേ ഇത് പറയാവൂ എന്ന് പറഞ്ഞത്? അയാൾ രാജാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ശരിയാണ് മഹാരാജൻ, ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. എനിക്ക് ഒരു സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങൾ കിട്ടി. എല്ലാ സ്വർണ്ണ നാണയത്തിലും അങ്ങയുടെ മുഖമുണ്ടായിരുന്നു. അത് എണ്ണി നോക്കിയപ്പോൾ അതിൽ 101 സ്വർണ്ണ നാണയമുണ്ടായിരുന്നു. അങ്ങയുടെ മുഖം 100 തവണ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഈ ഉത്തരം മന്ത്രിക്ക് പറഞ്ഞു കൊടുത്തു. അത് കേട്ട് രാജാവ് പൊട്ടിച്ചിരിച്ചു. നീ ഒരു ബുദ്ധിമാൻ തന്നെ. തന്റെ ബുദ്ധിയും സാമർഥ്യവും കണ്ടിട്ട്
ആ പയ്യനെ രാജാവ് കൊട്ടാരത്തിൽ ഒരു ജോലി കൊടുത്ത് നിയോഗിച്ചു. കൂട്ടുകാർക്ക് 100 മുഖങ്ങൾ എന്നുള്ള ഈ കഥ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത കഥയുമായി കാതിക മറ്റൊരു ദിവസം. നന്ദി, നമസ്കാരം.